ആൽമണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ആൽമണ്ട് കിങ് ഓഫ് നട്ട്സ് എന്നാണ് പറയല്. നട്ട്സുകളിലെ രാജാവാണ് ആൽമണ്ട്. ആൽമണ്ടിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഒരു വരദാനം എന്ന് തന്നെ നമുക്ക് പറയുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണ് ആൽമണ്ട്. ആൽമണ്ടിന് ധാരാളം എക്സ്റ്റേണൽ ഗുണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേണലി നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത് കൊണ്ടും ധാരാളം ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിലും ആൽമണ്ടിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ചരകനാചാര്യനൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ പ്രധാനമായിട്ടും നാഡീഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അതായത് വാതരോഗങ്ങളിലാണ് പ്രധാനമായിട്ടും ആൽമണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വാജീകരണ ഔഷധമായിട്ടും ആൽമണ്ടിനെ പരാമർശിച്ചിട്ടുള്ളത് ചരക സംഹിതയിലൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് പോലെയുള്ള കണ്ടീഷനുകളിലുമൊക്കെ ആൽമണ്ട് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. മോഡേൺ ആയുർവേദത്തിൽ കൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണുകളെയൊക്കെ ബാലൻസ് ചെയ്യാൻ ആൽമണ്ട് വളരെയധികം സഹായിക്കും. പ്രത്യേകിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോണുകളെ രണ്ടിനെയും ഒരേപോലെ തന്നെ സഹായിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആൽമണ്ട് ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് പറയപ്പെടുന്നത്. ആയുർവേദത്തിൽ നമ്മൾ റെഫറൻസുകളൊക്കെ നോക്കുമ്പോഴും കൂടുതലും ആയുർവേദം പറയുന്നത് ആൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം അകത്തേക്ക് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പുറമെ ഉപയോഗിക്കുന്നതുമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ, അതായത് സ്കിന്നിന് ഹെയറിനും നല്ലതാണ് എന്ന് പറയുന്നതിലുപരി വളരെ വാസ്റ്റായിട്ട് വിവരിച്ചിട്ടില്ല പുറത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് എന്നുള്ളതാണ് മറ്റുള്ള ഒരു പ്രധാന വസ്തുത. ഒരുവിധം ഓയിലുകളെ കുറിച്ചിട്ടും ഒക്കെ ആയുർവേദം എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ വളരെ വാസ്റ്റായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ആൽമണ്ട് ഓയിലിനെ കുറിച്ചിട്ട് അങ്ങനെ റെഫറൻസ് ഞാൻ ഇത്രയും മനസ്സിലാക്കിയിടത്തോളം ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തത് ഒരുപാട് ആയുർവേദങ്ങളുണ്ട്, ഒരുപാട് റെഫറൻസുകൾ ഉണ്ടാകാം. പക്ഷെ പ്രധാനമായിക്കൊണ്ടും ഉപയോഗിക്കുന്ന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചരക സംഹിത, സുശ്രുത സംഹിത, അതുപോലെ തന്നെ ഭാവപ്രകാശ പോലെയുള്ളതും, പിന്നെ വാഗ്ഭടന്റെ അഷ്ടാംഗ ഹൃദയം പോലെയുള്ള ആ ഒരു വിധം നമ്മൾ മെയിനായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന അതിലൊന്നും ആൽമണ്ടിനെ കുറിച്ചിട്ടൊരു വലിയ രീതിയിൽ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ, എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഒരു വലിയ രീതിയിൽ ആൽമണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സയന്റിഫിക്കലി പ്രൂവൺ ആണ് ആൽമണ്ട് എക്സ്റ്റേണലി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും രണ്ട് വിധത്തിലാണ് ആൽമണ്ട് ഓയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മധുര ടേസ്റ്റ് ഉള്ളതും, പിന്നെ ഒന്ന് കയ്പ് രസമുള്ള, അതായത് ബിറ്റർ ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ സ്വീറ്റർ ആൽമണ്ട് ഓയിലും എന്നുള്ളതാണ്. ഇതിൽ സ്കിന്നിനും മുടിക്കും ഏറ്റവും അനുയോജ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് സ്വീറ്റർ ആൽമണ്ട് ഓയിലാണ്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ബിറ്റർ ആൽമണ്ട് ഓയിൽ മെഡിസിനൽ പർപ്പസിനും അതുപോലെ തന്നെ മറ്റുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ സ്വീറ്റർ ആൽമണ്ട് ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെയധികം വൈറ്റമിൻ എ, ഈ സിങ്ക്, അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ്, ഇതാണ് പ്രധാനമായിട്ട് ഇതിൽ കാണപ്പെടുന്നത്. ഇതല്ലാതെയും ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നതും ഈ സ്കിന്നിന് ഏറ്റവും ഗുണം ചെയ്യുന്നതുമായിക്കൊണ്ടുള്ള ഒരു 4 വൈറ്റമിൻസ് മിനറൽസിൽ പെടുന്നതാണ് എയും അതുപോലെ തന്നെ ഇയും സിങ്കും ഒമേഗ ഫാറ്റി ആസിഡും. അതിൽ വൈറ്റമിൻ എ വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകളുടെ വളർച്ചയൊക്കെ വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് വൈറ്റമിൻ എയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്വീറ്റർ ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ എ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്വീറ്റർ ആൽമണ്ട് ഓയിൽ നമ്മൾ എക്സ്റ്റേണലി ഉപയോഗിക്കുന്നതുകൊണ്ട് സ്കിന്നിൻ്റെ ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. സ്കിൻ സെല്ലിൻ്റെ ഫോർമേഷനൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും, സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് വൈറ്റമിൻ ഇ ആണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വേറെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രീമച്വർ ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ആൽമണ്ട് ഓയിലിൽ, സ്വീറ്റർ ആൽമണ്ട് ഓയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ വളരെ ഗുണം ചെയ്യും. പിന്നെ ഒന്നുള്ളത് സിങ്ക് ആണ്. സിങ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള പലതരത്തിലുള്ള സ്കാറുകളൊക്കെ ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് സിങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വീറ്റർ ആൽമണ്ട് ഓയിലിൽ സിങ്ക് ഉള്ളത് കാരണം എങ്ങനെ നോക്കിയാലും സ്വീറ്റർ ആൽമണ്ട് ഓയിലാണ് എക്സ്റ്റേണലി കൂടുതൽ ബെറ്റർ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സയന്റിഫിക്കലി നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് സ്വീറ്റർ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതൊരു എണ്ണയാണെങ്കിലും മറ്റുള്ള ഏതാണെങ്കിലും നമ്മൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഒരു ലോങ് ടേം ഉപയോഗം പലപ്പോഴും നമ്മുടെ സ്കിന്നിനെ അത് കരുവാളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഒലീവ് ഓയിൽ ആണെങ്കിലും അതുപോലെ തന്നെ കടുകെണ്ണയാണെങ്കിലും എള്ളെണ്ണയാണെങ്കിലും ഇതൊക്കെ ലോങ് ടേം ഉപയോഗിക്കുന്നത് കാരണം സ്കിന്ന് വന്നിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആവുന്നതിന് പകരം അത് കരുവാളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി പിത്തപ്രകോപമായിക്കൊണ്ട് ഉള്ള ആളുകൾക്ക് ആണത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഓയിലുകളുടെ ഒക്കെ വീര്യം പൊട്ടൻസി എന്ന് പറയുന്നത് ഉഷ്ണവീര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ലോങ് ടേം യൂസ് പലപ്പോഴും നമ്മളെ സ്കിന്നിനെ ഡാമേജ് ആക്കിയിട്ട് കരുവാളിപ്പാണ് ഉണ്ടാക്കുക. ഒരു ഷോർട്ട് ടേം പീരീഡിൽ മാത്രമാണ് ഇത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും ഒരു ലോങ് ടേം ആയിക്കൊണ്ട് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെപ്പോഴും കൂളിംഗ് നാച്ചുറുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നത്, അതായത് ഉഷ്ണവീര്യമല്ലാത്ത കൂളിംഗ് നാച്ചുറുള്ള ഒരു ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ വന്നിട്ട് കൂളിംഗ് നാച്ചുറുള്ള ഒന്നായതുകൊണ്ട് തന്നെ അതായിരിക്കും എപ്പോഴും ലോങ് ടേം ഉപയോഗം എന്നുള്ളതാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആയുർവേദത്തിൽ ഇങ്ങനത്തെ ഓയിലുകളെല്ലാം, അതായത് ലോങ് ടേം ആയിക്കൊണ്ട് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ആണെങ്കിലും അതുപോലെയുള്ള മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകളൊക്കെ തന്നെയും വെളിച്ചെണ്ണ ബേസ് ചെയ്തുകൊണ്ടാണ് അധികവും പറയപ്പെട്ടിട്ടുള്ളതും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതും. ഫോർ എക്സാമ്പിൾ ബലാശ്വഗന്ധ കേരതൈലമുണ്ട്, ബലാശ്വഗന്ധ തൈലവുമുണ്ട്. അതിലെ കേരതൈലം എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് അവിടെ ബേസ് വരുന്നത്. അതുപോലെ തന്നെ നാൽപ്പാമരാതി തൈലവും ഉണ്ട്, നാൽപ്പാമരാതി കേരതൈലവുമുണ്ട്. അപ്പം കേരതൈലം എന്നുള്ള വെളിച്ചെണ്ണ വരുന്നതാണ് പലപ്പോഴും നമുക്ക് ലോങ് ടേം ആയിക്കൊണ്ട് അതിപ്പോൾ ഏത് സ്കിന്നിനാണെങ്കിലും ബെറ്റർ ആയിക്കൊണ്ട്, പ്രത്യേകിച്ച് വാതപിത്തമായിക്കൊണ്ടുള്ളവർക്ക് കൂളിംഗ് നാച്ചുറുള്ള ഒരു ബേസ് ഉള്ള ഓയിലാണെങ്കിലും ക്രീമാണെങ്കിലും അങ്ങനത്തത് ഉപയോഗിക്കുന്നതാണ്. കാരണം ഈ ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറിൻ അമിതമായിക്കൊണ്ട് അടങ്ങിയിട്ടുള്ള സോപ്പുകൾ, അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ പെട്രോളിയം ജെല്ലി കൂടുതലായിക്കൊണ്ടുള്ള ക്രീമുകൾ, പെട്രോളിയം ജെല്ലി ബേസ് ആയിക്കൊണ്ടുള്ള ക്രീമുകൾ, അതുപോലെ തന്നെ കടുകെണ്ണ എള്ളെണ്ണ പോലെയുള്ളവ ബേസ് ആയിക്കൊണ്ടുള്ള ഓയിലുകളും ക്രീമുകളും ഒക്കെ ലോങ് ടേം ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ തുടക്കത്തിലൊക്കെ നല്ല രസം ഉണ്ടാവും, നല്ല ഭംഗിയും കാര്യമൊക്കെ ഉണ്ടാവുമെങ്കിലും പോകെ പോകെ മോയ്സ്ചറൈസറിങ് കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്, എസ്പെഷ്യലി വാതപിത്ത ശരീരപ്രകൃതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂളിംഗ് പ്രോപ്പർട്ടിയുള്ള കൂളിംഗ് നാച്ചുറായിക്കൊണ്ട് പ്രോപ്പർട്ടിയുള്ള ഒരു ബേസുള്ള ഒരു ക്രീമോ ഓയിലോ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സ്കിന്നിൻ്റെ ഹെൽത്തിന് കൂടുതൽ ഗുണം ചെയ്യൂ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.